കേരളത്തിൽ ഇടതുപക്ഷം പരാജയപ്പെടണം, ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല. വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ ഇപ്പം തന്നെ നമുക്കറിയാം, ഒരു അധികാര താല്പര്യങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ, ഇടതുപക്ഷത്തിനുള്ളിൽ അവർ അധികാര താല്പര്യങ്ങളോട് മാത്രം മുന്നോട്ട് പോകുന്നു. എങ്ങനെയും അധികാരം നേടുക, ഈ സ്ഥാനമാനങ്ങൾ നേടുക, കാശുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു. ആ ഇടതുപക്ഷം അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനം എന്താഗ്രഹിച്ചിരുന്നോ, എന്ത് ലക്ഷ്യമിട്ടിരുന്നോ അതെല്ലാം മറന്നുപോയിരിക്കുന്നു. അതിനു പകരം ഈ ഒരു അധികാരി വർഗമായിട്ട് അവർ മാറിയിരിക്കുന്നു. അപ്പോൾ ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും അവർക്ക് ശ്രദ്ധ കണ്ടുവെന്ന് വരില്ല. അപ്പം എങ്ങനെയും അധികാരം നിലനിർത്തുക എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് മാത്രമായി മാറുന്നു. അങ്ങനെ സംഭവിച്ചതാണ് ബംഗാളിൽ. ഇപ്പോൾ എന്തായി, 34 വർഷം ജ്യോതി ബാസു ഭരിച്ചതിന് ശേഷം പിന്നെ ബംഗാൾ കുട്ടിച്ചോറായി തീർന്നു. ആ പ്രസ്ഥാനം തന്നെ ഇല്ലാതായി തീർന്നു. അപ്പോൾ കേരളത്തിലും ഭരണം തുടർന്നു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ഇല്ലാതാവുന്ന ഒരവസ്ഥ വരും, ഇടതുപക്ഷം ഇല്ലാത്തൊരവസ്ഥ വരും. അവസ്ഥ പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാനാവുന്ന ഒരു കാര്യമല്ല. ഇടതുപക്ഷമായിരുന്നു കേരളത്തിൻ്റെ മനസാക്ഷി. ഇടതുപക്ഷം ഉണ്ടായിരുന്നുകൊണ്ടാണ് കേരളത്തിലെ പുരോഗതികളും ഈ മനുഷ്യന് പിന്നെ അർഹമായ പിന്നെ പ്രാധാന്യവും തുല്യതയും ഒക്കെ കൈവന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതാകുന്ന ഒരവസ്ഥ വരും. ഒരു വിഭാഗം പിന്നെ വീണ്ടും അധികാരപ്രമത്തരും ഈ പിന്നെ അധികാരത്തിൻ്റെ ശീതളിമയിൽ കഴിയുന്നവരുമൊക്കെ ആയിട്ട് മാറുന്ന ഒരവസ്ഥ വരും. അതിനു പുറമേ പുതിയ കാഴ്ചപ്പാടോ പുതിയ കാര്യങ്ങളോ ഒന്നും വരാതെ ആ പഴയ നേതാക്കന്മാർ അവർ തന്നെ തുടരുന്നൊരു സ്ഥിതി. അപ്പോൾ ഇതെല്ലാം കേരളത്തിന് ദോഷകരമാണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ ദോഷങ്ങൾ വേറെയുണ്ട്. ഇപ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോൺഗ്രസ് പാർട്ടിക്ക് മിക്കവാറും കോൺഗ്രസ് പാർട്ടി ഇല്ലാതായിത്തീരും. ആ കോൺഗ്രസ്സിലുള്ളവരെല്ലാവരും തന്നെ BJPയിലേക്ക് ചേക്കേറും. അതേസമയം തന്നെ പിന്നെ മുസ്ലിം ലീഗ് ശക്തിപ്പെടും. കാരണം അവർക്ക് ആളുണ്ട്, അവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് പിന്നെ ബദൽ ശക്തിയായിട്ട് BJP വരും. കോൺഗ്രസ് ഇല്ലാതായി തീരുകയാണല്ലോ ഇന്ന്. പിന്നെ കുറച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകുമെന്ന് മാത്രം, അതും ഈ ശക്തിയൊന്നും ഇല്ലാത്ത ഒരു രീതിയിൽ. അപ്പോൾ കേരളം ധ്രുവീകരിക്കപ്പെടുന്ന ഒരവസ്ഥ വരും. മതത്തിൻ്റെ പേരിൽ രണ്ട് തട്ടിലായി മാറുന്ന ഒരു സ്ഥിതി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മാർക്സിസ്റ്റുകാർ മാത്രം അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ നമുക്ക് വേണോ? വാസ്തവം പറഞ്ഞാൽ കേരളം ഇന്നത്തെ അവസ്ഥയിൽ തന്നെ തുടരുന്നതല്ലേ നല്ലത്. ഇപ്പോഴത്തെ പോലൊക്കെ തന്നെ ഈ മതനിരപേക്ഷതയും ഒക്കെ തുടരുന്ന ഒരവസ്ഥയാണ് എപ്പോഴും നല്ലത്. അതിനു പകരം ഈ പിന്നെ ഒരു തവണ കൂടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നുകൊണ്ട് മറ്റ് കോൺഗ്രസ് പാർട്ടി ഇല്ലാതാവുക, അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗ് ശക്തിപ്പെടുകയും BJP ശക്തിപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ സൃഷ്ടിക്കുക, കേരളത്തെ രണ്ട് തട്ടിലാക്കുക, ഇതൊക്കെയാണോ വേണ്ടത്? അതുപോലെ തന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒരു മനസാക്ഷിയുടെ കാവൽക്കാരാണ്. വാസ്തവം പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു. അത് എത്രയാ 100 വർഷത്തിന് അപ്പുറം. അതിനുശേഷം കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റങ്ങൾ എവിടുന്ന് വന്നു? ഈ മാറ്റങ്ങൾ വന്നത് ഈ തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ കൂടിയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കേരളത്തിലെ മനുഷ്യർക്ക് തുല്യാവകാശങ്ങളും തുല്യനീതിയും പിന്നെ തുല്യ പരിഗണനയും അതുപോലെ തന്നെ ഉയർന്നു പോകാനുള്ള പിന്നെ കാര്യങ്ങളും എല്ലാം കിട്ടിയത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടതോടുകൂടിയാണ്. ആ പ്രസ്ഥാനമാണ് അധികാരികളായി മാറുമ്പോൾ അവർ വന്ന റൂട്ട് മറക്കുന്നു, അവർ വന്ന കാര്യങ്ങൾ മറക്കുന്നു, പിന്നെ അധികാരം എന്നുള്ളത് മാത്രം ലക്ഷ്യമായിട്ട് മാറുന്നു. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ജനങ്ങളുടെ കാര്യങ്ങളോ അല്ല, അധികാരം ആണ് മുഖ്യ വിഷയമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇല്ലാതാവും. നമ്മുടെ മനസാക്ഷി, നമ്മുടെ പുരോഗതി, കൈവരിച്ച പുരോഗതിയൊക്കെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതേതായാലും വേണോ? ഇടതുപക്ഷം പരാജയപ്പെടുക തന്നെ വേണം. ഇപ്പം നമുക്കറിയാം, ഈ വെള്ളാപ്പള്ളി സാറൊക്കെ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇടതുപക്ഷം ഇപ്പം ഭരിച്ചാലേ ഒരു ഈഴവൻ മുഖ്യമന്ത്രിയാവുകയുള്ളൂ. വേറൊരു പിന്നെ കോൺഗ്രസ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരു നായരോ ഒക്കെ ആയിരിക്കാം മുഖ്യമന്ത്രിയായിട്ട് വരിക. ഇപ്പം ഇങ്ങനെ ജാതി തിരിച്ച് പറയുമ്പോൾ. അപ്പം അങ്ങനെ ജാതിയല്ല നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നം ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള ആ സ്വത്വം, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ആരാണ് ഭരിക്കുന്നത്? ഇപ്പം മുസ്ലിം ഭരിച്ചാലെന്താ, ക്രിസ്ത്യാനി ഭരിച്ചാലെന്താ? കേരളത്തിൽ ആര് ഭരിച്ചാലും കേരളീയത, നമ്മുടെ ആ തനിമ നിലനിൽക്കണം. അത് ഇല്ലാതാവുന്ന ഒരവസ്ഥ വരരുത്. നമ്മൾ രണ്ട് ചേരിയിലായിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഇടതുപക്ഷം ഇല്ലാതാവുന്ന ഒരവസ്ഥ വരരുത്. ഇടതുപക്ഷം ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കൈവരിച്ച പുരോഗതിയെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥ വരികയും ചെയ്യും. അപ്പം നമുക്ക് ബംഗാൾ നമുക്കൊരു മാതൃകയല്ല. കേരളം നമുക്കൊരു മാറ്റത്തിന് വഴിതെളിക്കട്ടെ. അതുകൊണ്ട് ഇപ്രാവശ്യം UDF അങ്ങ് ജയിച്ചു പോട്ടെ. അതുകൊണ്ട് നമുക്ക് ഒന്നും സംഭവിക്കാനില്ല, ഒരു നഷ്ടവും സംഭവിക്കാനില്ല. നമുക്ക് വീണ്ടും തിരിച്ചു വരാം.